ഗെയ്സ് എല്ലാവർക്കും നോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് പുറത്താണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ടാണ് നമ്മളിന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് റെസ്റ്റോറൻറ്റിലാണ്, ഏതൊക്കെ ഫുഡാണ്. എന്തായാലും ഒരുപാട് വാരി വലിച്ചൊന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നോമ്പ് തുറയ്ക്കുള്ള ഇങ്ങനെ ഫുഡൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആ ഫുഡുകളൊക്കെ കിട്ടുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. ഞാൻ ഇൻട്രോ എടുത്തപ്പോൾ നല്ല കാറ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കിട്ടാ, നല്ല തണുത്ത കാറ്റായിരുന്നു. നമ്മളിന്ന് നേരെ പോകുന്നത് ഒരു ഈദ് ബസാർ കാണാനാണ്. പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പെരുന്നാൾ ഡ്രസ്സുകളും ആഭരണങ്ങളും അങ്ങനെ ആ എക്സിബിഷൻ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, പോകുന്ന വഴിയാണല്ലോ. അങ്ങനെയാണോ നമ്മളിപ്പോൾ ആ ഹോട്ടലിൽ എത്തിയേക്കണത്. അങ്ങനെ ഈ ഹോട്ടലിൻ്റെ താഴെ തന്നെ ഉള്ള ഒരു ഫ്ലോറിൽ വെച്ചിട്ട് ഒരു ഹോളിലാണ് ഈ ഒരു പരിപാടി നടക്കണം. നമ്മളങ്ങനെ ഹോട്ടലിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഈ ഒരു ഹോളാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഹോള്. കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു, ആഭരണങ്ങളെല്ലാം ഉണ്ടായി. നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ ഡ്രസ്സിന്. ഈ ഓരോരോ ഫെസ്റ്റിവൽ വരുമ്പോൾ ഇതുമാതിരത്തെ ബസാറുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈദ് സ്പെഷ്യൽ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നായിരുന്നു. നമ്മളങ്ങനെ നേരെ പോകുന്നത് ഇനി റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ മുൻകൂട്ടി അങ്ങനെ ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല റെസ്റ്റോറൻറ്റിലേക്കെങ്കിലും. നമ്മൾ പോകുന്ന വഴി നമ്മൾ പോകാൻ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റിലേക്കൊന്ന് വിളിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ അവർ പറഞ്ഞത് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണ്ട, കാരണം നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ മാത്രമേ അവിടെ സീറ്റൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ 1-2 റെസ്റ്റോറൻറ്റുകളിലൊക്കെ വിളിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നേ അവസ്ഥ. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പരിപാടി തന്നെയാണ്. അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിക്കണം, എങ്കിലാണ് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ പെട്ടെന്നൊന്നും ചെന്ന് കഴിഞ്ഞാലൊന്നും നമുക്ക് സീറ്റ് കിട്ടൂല. അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങനെ വിളിച്ച് ലാസ്റ്റാണ് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നമുക്ക് അങ്ങനെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും അവർ പറഞ്ഞ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സീറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതും ഫുള്ളാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ അങ്ങടാണ് പോകുന്നത്. ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റുകളിലെല്ലാം തന്നെ ഫുഡുകൾ ബൊഫേ ഫുഡ് തന്നെയാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ് നോമ്പിന് ഇത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് വന്നേക്കണ റെസ്റ്റോറൻറ്റ്. ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റാണ്. ഈ നോമ്പ് തുറക്ക് മാത്രമായിട്ട് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടെന്ന് ഇന്നാണ് കേട്ടോ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾക്ക് അങ്ങനെ റെസ്റ്റോറൻറ്റ് കിട്ടി, അകത്ത് കയറി സീറ്റിലൊക്കെ ഇരുന്നു. അവർ പറയണ സീറ്റിൽ തന്നെയാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ അകത്തുള്ളവരെല്ലാവരും തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി വന്നേക്കണതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് നിസ്കരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ ആൾ കൂടുതലായതുകൊണ്ട് തന്നെ അവർ പുറത്തും കൂടിയാണ് കേട്ടോ നിന്ന് നിസ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. അങ്ങനെ നോമ്പ് തുറക്കണേന് കുറച്ച് നേരം മുമ്പ് തന്നെ അവർ നമ്മളോട് ഫുഡൊക്കെ എടുത്ത് കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഈന്തപ്പഴവും പിന്നെ അതുപോലെ തന്നെ സമൂസ ചാട്ട് പിന്നെ കുറേ വറപൊരികളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ പാകിസ്ഥാനി റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, നമ്മുടെ ആ ഒരു ടേസ്റ്റിനോടൊക്കെ അങ്ങനെ വ്യത്യാസമൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫുഡുകളെല്ലാം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മുടെ ഇതേപോലെയൊക്കെ തന്നെയാണല്ലോ. ഫസ്റ്റ് തന്നെ സ്നാക്സിൽ സമൂസയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്നാക്സ് ഐറ്റംസുകളെല്ലാം തന്നെ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ രണ്ടാമതായിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു സ്നാക്ക് കോണും അതുപോലെ ചീസൊക്കെ കൂടിയിട്ടുള്ള ചെറിയൊരു സ്വീറ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്നാക്കൊക്കെ കഴിക്കണത്. കുറേ വെറൈറ്റി സ്നാക്കുകൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഇത് റോള് നമ്മൾ സ്ഥിരമായിട്ടൊക്കെ കാണാറുള്ളൊരു എന്താ പറയുക സ്നാക്ക് തന്നെയാണ്. ഇതും വെജിറ്റേറിയൻ തന്നെയായിരുന്നു.
അടുത്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന സ്നാക്ക് ഏതോ ഒരു വെജിറ്റേറിയൻ ബജി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ. ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്നാക്ക് കഴിക്കണത്. പിന്നെ അതിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മളൊക്കെ സവാള ബജി ആയിട്ടാണ് പെട്ടെന്ന് തോന്നുള്ളൂ. പക്ഷേ ഇത് സവാള ബജി അല്ല കേട്ടോ. സവാളയും ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ വെജിറ്റബിളൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു ബജിയാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും. ഇതൊക്കെയാണ് ഈ ഒരു സ്നാക്സ് ഐറ്റംസുകളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേനും നമ്മൾക്ക് സമാധാനമായിട്ടാണ്. കാരണം വെച്ചാൽ ഇത്ര ഐറ്റം ഒന്നും ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത് ഡ്രിങ്ക്സിൻ്റെ ഐറ്റമാണ്. 3 ടൈപ്പ് ഷേക്കുകളും പിന്നെ അതുപോലെ തന്നെ കോഫി പിന്നെ കൂൾ ഡ്രിങ്ക്സ് അതൊക്കെ ഉണ്ടായിരുന്നേ. നമ്മുടെ നാട്ടിലെ പോലുള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസോ അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളോ അതൊന്നും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഡ്രിങ്ക്സ് ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചെറിയൊരു ഇങ്ങനെ മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഈ പീറ്റർ സണ്ണിൽ പോയിട്ട് വെറുതെ അവിടെ ഇങ്ങനെ ഓടി നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇത്രയും സെറ്റപ്പ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഈ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റുകളിലാണ് കേട്ടോ കൂടുതലും ഇങ്ങനെ ഈ നോമ്പുതുറ ഒരു ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇപ്പോഴൊക്കെയാണ് ഓരോന്നിങ്ങനെ ആയി തുടങ്ങിയേക്കണത്. ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് മൊത്തം ഒരു നോമ്പ് തുറക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തേക്കണത്. അങ്ങനെ നമ്മളങ്ങനെ നോമ്പൊക്കെ തുറന്നു. അതിന് ശേഷം നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അടുത്ത മെയിനായിട്ടുള്ള ഫുഡിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്ത് കുറച്ച് സംവിധാനം ഉള്ളൂ നിസ്കരിക്കാൻ. അതുകൊണ്ട് പുറത്താണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നിസ്കാരവും കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ കോഫി എന്നല്ലേ പറഞ്ഞത്, കോഫി അല്ലായിരുന്നു കേട്ടോ, ചായ ആണ്. നല്ല അടിപൊളി മസാല ടീ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചായ. നമ്മൾ അതിന് ശേഷം മെയിൻ കോഴ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ സാലഡുകളും പാസ്ത പിന്നെ അതുപോലെ കുറച്ച് സ്വീറ്റ്സ് ഐറ്റംസുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. എല്ലാത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് ഒരു പായസം ഉണ്ടോ. പിന്നെ അതിനുശേഷം ഗുലാം ജാം ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണി, ബട്ടർ ചിക്കൻ ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു സെക്ഷനിൽ. അതിനുശേഷം പിന്നെ കറികളുടെ സെക്ഷനാണ്. ഇത് ഫുള്ള് മട്ടൻ കറികളാണ്. ഈ പാകിസ്ഥാനികളുടെ ഭയങ്കര ഒരു ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ മട്ടൻ ഐറ്റംസുകൾ. അപ്പോൾ അതുകൊണ്ട് മട്ടൻ്റെ കറി പിന്നെ അതുപോലെ രണ്ടാമതായിട്ടിരിക്കുന്നത് മട്ടൻ്റെ എല്ലുകൾ മാത്രമായിട്ടുള്ള ഒരു കറി. അത് അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് വേറൊരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴും സെയിം കറികൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ മട്ടൻ്റെ എല്ല് വെച്ചിട്ടുള്ളൊരു കറി. മൂന്നാമതേ കാണുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ ബീഫിൻ്റെ ആകെ ഒരു ഡിഷ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഈ ഒരു കറി മാത്രമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് വെജിറ്റേറിയൻ കറികളൊക്കെയാണ്. പനീറും കടലകളും അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെ. പിന്നെ അതേ ഈ റൊട്ടിയും പിന്നെ അതുപോലെ 2 ഗ്രില്ല് ഐറ്റംസുകൾ. ഒന്ന് ചിക്കനും ഒന്ന് മട്ടനും ഗ്രില്ല് ചെയ്താണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാം. എന്താ പറയുക പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. ആ മട്ടൻ്റെ ഗ്രില്ല് ചെയ്തത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഞാൻ കൂടുതലായിട്ട് ഇവിടുത്തെ ആളുകൾ കഴിക്കണമെന്നുണ്ടായിരുന്നത് റൊട്ടിയും മട്ടൻ കറിയാണ്. പിന്നെ ആ മട്ടൻ ഗ്രില്ല് ചെയ്തതും ഒക്കെ ഇവിടെ ഓരോരുത്തർ ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി നോമ്പ് തുറയായിരുന്നു കേട്ടോ ഇന്ന്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഫുഡുകളൊക്കെ ഉണ്ടാവും ഇവിടെ, ഇത്രയ്ക്ക് സെറ്റപ്പൊക്കെ നോമ്പ് തുറക്ക് ഉണ്ടാവുമെന്നൊന്നും. അപ്പോൾ ഇതുമാതിരത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നോന്ന് മാത്രമല്ല ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇവിടെ എല്ലാവരും നോമ്പുതുറ പുറത്തുനിന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് വന്നാൽ വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റുകളിലൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.